ആദ്യത്തെ സിനിമ ആത്മസഖിയായിരുന്നു. സത്യൻ അഭിനയിച്ച സത്യന്റെ ആദ്യത്തെ സിനിമ. ന്യൂ തിയേറ്ററാണ് നമ്മുടെ ആദ്യത്തെ തിയേറ്റർ. 1936. നീല പ്രൊഡക്ഷൻസ് വെച്ചാൽ നീല എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ അമ്മയുടെ പേരാ. സത്യൻ മാഷിനെ പോലെ പ്രേം നസീറിന്റെയും വളരെ പ്രാധാന്യമുള്ള ഒന്നായിരുന്നല്ലോ നീല. തന്നെ അങ്ങനെ അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ സിനിമ, നമ്മുടെയും രണ്ടാമത്തെ സിനിമ പൊൻകതിർ. നസീർ സാറായിരുന്നു. മൊത്തം ഒരു 70 സിനിമ എടുത്തിട്ടുണ്ട്. അതിൽ ആദ്യത്തെ ഒരു ഭക്തി പടം വന്നത് ഭക്തകുലിയല്ലേ. സുബ്രഹ്മണ്യ സാർ ആദ്യം സംവിധാനം ചെയ്ത ചിത്രം മന്ത്രവാദിയാണല്ലോ. മന്ത്രവാദിയാണ്. കടമറ്റത്ത് കത്തനാറാണ് എൻ്റെ ആദ്യത്തെ സീരിയല്. നമസ്കാരം. മലയാളത്തിലെ രണ്ടാമത്തെ സ്റ്റുഡിയോ മെരിലാൻഡ്, ഏറ്റവും അധികം ഭക്തി സാന്ദ്രമായ ചിത്രങ്ങൾ നിർമ്മിച്ച സ്റ്റുഡിയോ. പി സുബ്രഹ്മണ്യ മുതലാളിയുടെ മെരിലാൻഡ് സ്റ്റുഡിയോയിൽ മലയാളത്തിൽ നിറഞ്ഞാടിയ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾ നിരവധിയാണ്. സുബ്രഹ്മണ്യ മുതലാളിയുടെ ഇളയ മകൻ ശ്രീ കാർത്തികേയൻ സാറാണ് ഇന്ന് നമ്മുടെ അതിഥി. നമസ്കാരം സാർ. ഒരു ചരിത്രമാണ് മലയാളത്തിലെ രണ്ടാമത്തെ സ്റ്റുഡിയോ മെരിലാൻഡ്. നീല പ്രൊഡക്ഷന്റെ ബാനറിൽ മെരിലാൻഡ് നിർമ്മിച്ച നിരവധി ചിത്രങ്ങൾ. 1951 സാർ തുടക്കം. 52 എൻഡില് ആദ്യ ചിത്രത്തെ കുറിച്ച്. ആദ്യത്തെ സിനിമ ആത്മസഖിയായിരുന്നു. സത്യന്റെ ആദ്യത്തെ സിനിമ. അതെ, കറക്റ്റ്. ആൻഡ് ഇത് വന്ന് തമിഴിലും മലയാളത്തിലും ഒരേ സമയം നിർമ്മിച്ചു. തമിഴില് പ്രിയ സഖി എന്ന പേര്. പ്രിയ സഖി. അത് 52 ചെയ്തത്. അതൊരു ആവറേജ് സിനിമ ആയിരുന്നു. അതെ. പക്ഷെ അതിൽ നിരവധി വീരൻ, മറ്റേ റെഡീസിലുള്ള വീരൻ, അങ്ങനെ ഒരുപാട് മലയാള ആർട്ടിസ്റ്റ്, നാടക ആർട്ടിസ്റ്റ്, KP കൊട്ടാരക്കര, അങ്ങനെ ഒരുപാട് പേര് അതിൽ അഭിനയിച്ചിട്ടുണ്ട്. അതാണ് ആദ്യത്തെ. അതൊരു ചരിത്രമാണല്ലോ. ഈ സത്യന്റെ ആദ്യ സിനിമ എന്ന് പറയുമ്പോഴേക്കും സത്യനെ പോലെ ഒരു പ്രഗത്ഭനായ നടനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കഴിഞ്ഞു. അതൊരു ഭാഗ്യമാണ്. മെരിലാൻഡിന്റെ പ്രൊഡക്ഷൻസിൽ നീല പ്രൊഡക്ഷൻസ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? നീല പ്രൊഡക്ഷൻസ് വെച്ചാൽ നീല എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ അമ്മയുടെ പേരാ, സുബ്രഹ്മണ്യ സാറിന്റെ തന്നെ. അപ്പൊ അതിന്റെ പേരിൽ നീല പ്രൊഡക്ഷൻ. ഈ ഏറ്റവും കൂടുതൽ ഭക്തിസാന്ദ്രമായ സിനിമകളാണല്ലോ ശരിക്കും പറഞ്ഞാൽ നീല പ്രൊഡക്ഷനിൽ നിന്ന് വന്നത്. എന്തുകൊണ്ടാണ് അത്തരത്തിലൊരു? അങ്ങനെ പറയാൻ പറ്റില്ല. മൊത്തം ഒരു 70 സിനിമ എടുത്തിട്ടുണ്ട്. അതിൽ ആദ്യത്തെ ഒരു ഭക്തി പടം വന്നത് ഭക്തകുലിയല്ലേ. പിന്നെ ക്രിസ്ത്യൻ സബ്ജക്റ്റിലെ സ്നാപകനാണ്. അതെ. പിന്നെ 1969 എൻ്റെ 70 കുമാരസംഭവം. അതിന്റെ ഒരു 4-5 പടങ്ങൾ. സ്വാമിയപ്പൻ 75. അതിന് മുമ്പ് ദേവി കന്യാകുമാരി 72 പിന്നെ അംബാലിക, ശ്രീമുരുകൻ, പിന്നെ ശ്രീ ഗുരുവായൂരപ്പൻ, ഇതൊക്കെ എല്ലാം വിജയങ്ങളായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, ഏറ്റവും അധികം ഭക്തിസാന്ദ്രമായ സിനിമകൾ നിർമ്മിച്ചത് ഈ പറഞ്ഞത്. അപ്പൊ ആക്ച്വലി അത് ഈ ഭക്തി പടങ്ങളിൽ എടുക്കാൻ വേറെ ആരും ഇല്ലായിരുന്നു. അതെ, വേറെ ആരും അത് ട്രൈയും ചെയ്തില്ല. അപ്പൊ അങ്ങനെ വന്നപ്പോ അതൊരു, പിന്നെ അദ്ദേഹം ഒരു വലിയ ഭക്തിമാനായിരുന്നു. അതുകൊണ്ട് വളരെ എളുപ്പമാണ്. അത് വലിയ ഹിറ്റുകളായിരുന്നു. ഭക്തകുജയിലേക്ക് നിറഞ്ഞ ഹിറ്റ്. എന്നിട്ട് വലിയ ഹിറ്റുകൾ എല്ലാം ഈ ഞാൻ പറഞ്ഞ പടങ്ങളെല്ലാം സൂപ്പർ ഹിറ്റുകളായിരുന്നു. സത്യൻ മാഷിനെ പോലെ പ്രേം നസീറിന്റെയും വളരെ പ്രാധാന്യമുള്ള ഒന്നായിരുന്നല്ലോ നീല. തന്നെ അങ്ങനെ അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ സിനിമ, നമ്മുടെയും രണ്ടാമത്തെ സിനിമ പൊൻകതിർ. നസീർ സാറായിരുന്നു. പിന്നെ ബാക്കിയുള്ള വന്ന കണ്ടിന്യൂസ് ആയിട്ട് വന്ന പടങ്ങളിലെല്ലാം അവകാശി അദ്ദേഹമാണ്. ജയിൽപുള്ളി, പിന്നെ ബാല്യസഖി, വാരിചന്ദ്ര ഒഴുകി, പിന്നെ മന്ത്രവാദി, അങ്ങനെ നിരവധി പടങ്ങൾ. പിന്നെ അദ്ദേഹം തമിഴില് ഇൻട്രഡക്ഷനായി. പിന്നെ അതിൽ കുറച്ച് ബിസിയായി. പിന്നെ ചെന്നൈയിലേക്ക് പോയി. അപ്പോഴാണ് പിന്നെ വേറെ ആൾക്കാരെ വെച്ച് ട്രൈ ചെയ്തത്. അതുവരയ്ക്കും കമ്പനി ആർട്ടിസ്റ്റ് പോലെ എല്ലാ സിനിമകളും അദ്ദേഹമായിരുന്നു. സുബ്രഹ്മണ്യ സാർ ആദ്യം സംവിധാനം ചെയ്ത ചിത്രം മന്ത്രവാദിയാണ്. എന്താണ് അദ്ദേഹം സംവിധാന രംഗത്തേക്ക്, ഒരു നിർമ്മാതാവിൽ നിന്നും പെട്ടെന്ന് സംവിധാന രംഗത്തേക്ക് കടന്നു വന്നത്? ഇല്ല, അദ്ദേഹത്തിന് റൈറ്റ് ഫ്രം ദ ഡേ 1 നമ്മൾ ഷൂട്ടിങ് ആരംഭിച്ചതാണ് ഇതിൽ ഫുള്ളായിട്ട് ഒരു ഇൻവോൾവ് ആണ്. പിന്നെ അപ്പൊ വേറെ പല ഡയറക്ടർമാരെ വെച്ചും ചെയ്തെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ സൂപ്പർവിഷനിലാണ് എല്ലാ സിനിമകളും നടന്നത്. അപ്പോൾ പിന്നെ അദ്ദേഹം തന്നെ തുടങ്ങിയത്. നല്ല ഗാനങ്ങൾ ശരിക്കും പറഞ്ഞാൽ മെരിലാൻഡ് സിനിമകളുടെ പ്രത്യേകതയായിരുന്നു. മനോഹരമായ ഗാനങ്ങൾ, പ്രത്യേകിച്ച് ആദ്യകാലങ്ങളിൽ തിരുനായനാർ കുറിച്ചി, ബ്രദർ ലക്ഷ്മൺ കൂട്ടുകെട്ടിലാണ്. പിന്നീട് വയലാറ്, ഈ പറഞ്ഞ പോലെ ഭാസ്കർ മാഷൊക്കെ
ONV ഉണ്ട്. മനോഹര തമ്പി ശ്രീകുമാരൻ തമ്പി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതെ, ശ്രീമാരൻ തമ്പി സാറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ശ്രീമാരൻ തമ്പി സാറിന്റെ ഏറ്റവും മനോഹരമായ ഹൃദയൂർ ക്ഷേത്രത്തിലെ ഗാനങ്ങളൊക്കെ അതെ എല്ലാം ഹിറ്റായിരുന്നു. ഹിറ്റുകളായിരുന്നു. 1977 മലയാള സിനിമയുടെ ഒരു ചരിത്രമായി മാറിയ ചിത്രമാണ് വിടരുന്ന മുട്ടുകൾ. ഒത്തിരി കുട്ടികളെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് നമ്മുടെ ഇന്നത്തെ സായികുമാർ, കൈലാസ് നാഥ്, അംബിക, അതുപോലെ തന്നെ കൽപ്പന, അതുപോലെ തന്നെ രാജീവ് രംഗൻ, അങ്ങനെ ഒത്തിരി മധുസാർ കേന്ദ്ര കഥാപാത്രമായിട്ട് കബീർ പൊന്നമ്മ ഒക്കെ അഭിനയിച്ച ഒരു ചിത്രം വിടർന്ന് ഓട്ടുമ്പോൾ ഒരു പ്രത്യേക ട്രീറ്റ്മെന്റ് ആയിരുന്നു. കുട്ടികളെ ബേസ് ചെയ്ത ചിത്രം. എന്തായിരുന്നു ആ ചിത്രത്തിന്റെ? അല്ല, അത് വന്നിട്ട് ഒരു ചിൽഡ്രൻസ് ഫിലിം എടുക്കണം എന്ന് വലിയ കാലമായിട്ട് ആഗ്രഹമാണ്. അതിനുവേണ്ടി മാത്രം ചെയ്തത്. അത് തിയേറ്ററിൽ വലിയ ഇതൊന്നും ഇല്ലായിരുന്നു. പക്ഷെ സ്കൂളുകളിൽ എല്ലാ സ്കൂളുകളിലും അത് പ്രദർശിപ്പിക്കാറുണ്ട്. നല്ലൊരു മെസ്സേജ് ഉണ്ടായിരുന്നു. ഒരുപാട് മെസ്സേജ് ഉണ്ട്. അതായത് നമ്മുടെ പുരാണത്തിലുള്ള രാമായണം, മഹാഭാരതത്തിലുള്ള ഈവൻ പിന്നെ ബൈബിളിലുള്ള മെയിൻ മെസ്സേജസ് എല്ലാം വെച്ചിട്ടാണ്. നല്ല പടമായിരുന്നു. എനിക്കൊന്ന് മധുസാറ് ഹെഡ് മാസ്റ്ററായിട്ട് അഭിനയിക്കുന്ന ഒരു ചിത്രം വളരെ മികച്ച ഇതായിരുന്നു. അതുപോലെ തന്നെയാണ് മധുസാറ് അഭിനയിച്ച രാഘവനും മധുസാറും രമസാറും മധുസാറും പിന്നെ ശ്രീവിദ്യ അഭിനയിച്ച ഹൃദയൂർ ക്ഷേത്രം 1977 അവസാനം ഇറങ്ങി മറ്റൊരു ചരിത്രമായി മാറി. ഹൃദയൂർ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ മധുസാറിന്റെ തന്നെ ഏറ്റവും വലിയൊരു ഹിറ്റായിരുന്നു. അതിനെ കുറിച്ച് ഓർമ്മയിൽ? അല്ല, ഹൃദയൂർ ക്ഷേത്രം അത് ഒറിജിനൽ ഇത് വന്നിട്ട് തമിഴില് മറ്റേ നെഞ്ചിലൂരാലയം. അതെ അതെ, ശ്രീധരന്റെ പടമാണ്. അതെ, അതിന്റെ റൈറ്റ്സ് വാങ്ങിച്ച് ചെയ്ത ഒരു സിനിമയാണ്. ശരിക്കും പറഞ്ഞ ഒരു റീമേക്ക് ഫിലിമാണ് അല്ലേ? റീമേക്ക് ഫിലിം. അതെ അതെ, അതിന് നല്ലൊരു കഥയാണ്. 1979 നീല പ്രൊഡക്ഷൻസ് സിനിമ നിർമ്മിക്കുന്ന പ്രവണത നിർത്തി. എനിക്ക് അച്ഛന്റെ മരണത്തിന് ശേഷമാണോ? അതന്നെ. അത് കഴിഞ്ഞിട്ട് പിന്നെ കണ്ടിന്യൂ ചെയ്തു. അച്ഛൻ സംവിധാനത്തിൽ നിന്നതുപോലെ പിന്നെ അച്ഛന്റെ കാലശേഷം മക്കൾക്കാർക്കും അതിനോട് താല്പര്യം ഇല്ല. അത് പിന്നെ ഉള്ളത് അപ്പോൾ ഉള്ള മുമ്പ് ചെയ്തതുപോലെ ഇപ്പൊ ഈ കാലത്തിൽ സിനിമ എടുക്കാൻ ബുദ്ധിമുട്ടാണ്. ഒരിക്കലും അത് ഫീസിബിൾ ആകില്ല. അങ്ങനത്തെ അന്നത്തെ പ്രൊഡക്ഷൻ വാല്യൂ, അന്നത്തെ ഒരു സിസ്റ്റം അല്ല ഇപ്പോൾ പലരും ചെയ്യുന്നത്. അപ്പൊ അതിൽ യോജിക്കാത്തത് കൊണ്ടാണ് ആരും അതിൽ ഒരു മത്സരം ഉണ്ടായിരുന്നു ഉദയായിട്ട്. അങ്ങനെയൊന്നും ഉണ്ടായിരുന്നു. അതായത് മെറിലാൻഡിന്റെ, അതായത് നീലയുടെ ഒരു പടം ഇറങ്ങുമ്പോഴേക്കും അടുത്ത് ഉദയയുടെ ഒരു പടം ഇറങ്ങും. ഓണത്തിനൊക്കെ നിങ്ങൾ തമ്മിലൊരു മത്സരം മീൻസ് അങ്ങനെ ഉണ്ടായിരുന്നു ഒരു കാലഘട്ടം. ഈ ഉദയായും നീലയും തമ്മിലുള്ള മത്സരം എത്രമാത്രം നീല പ്രൊഡക്ഷൻ ഗുണം ചെയ്തു? അല്ല, ഗുണം ചെയ്തെന്ന് വെച്ചാൽ അതില് ഞങ്ങള് ഒരു ഭക്ത കുചേല എടുത്തപ്പോ അവര് അതേസമയം കൃഷ്ണ കുചേല, പക്ഷെ അത് ടോട്ടൽ ഫെയിലിയറായി. അങ്ങനെ 1-2 പടങ്ങൾ പിന്നെ അത് അങ്ങനെ അങ്ങ് നിർത്തി. പക്ഷെ അവര് വടക്കൻ പാട്ടുകളിലേക്ക് തിരിഞ്ഞു. നമ്മളെ പിന്നെ അത് നമ്മളത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഉദയ വടക്കൻ പാട്ടുകളിൽ തിരിഞ്ഞുവെങ്കിലും മെറിലാൻഡ്, അത് നീല പ്രൊഡക്ഷൻ ഭക്തിസാന്ദ്രമായ സിനിമകൾ തന്നെ തുടക്കം മുതൽ ഏറെക്കുറെ അവസാനം വരെയും അത്തരം ഫോക്കസ് ചെയ്ത് തന്നെ പോയി. എനിക്കത് വളരെ ആരോഗ്യപരമായ ഒരു മത്സരം, അത്രേ ഉള്ളൂ. അല്ല മലയാള സിനിമയിൽ ഒന്ന് തിരുവനന്തപുരത്തും ഒന്ന് ആലപ്പുഴയും വളരെ, എന്നാലും മദ്രാസിലെ അല്ലെങ്കിൽ ചെന്നൈയിൽ നിന്നും സ്റ്റുഡിയോയെ പറിച്ചു നടുകയായിരുന്നു അക്ഷരാർത്ഥത്തിൽ നിങ്ങൾ ഈ 2 സ്റ്റുഡിയോയും അല്ലേ? ശരിയാണ്. അത് മലയാള സിനിമയ്ക്ക് ഗുണം ചെയ്തു. ഒത്തിരി നല്ല മനോഹരമായ ചിത്രങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുവാൻ 2 പേർക്കും കഴിഞ്ഞു. എസ്പെഷ്യലി മെറിലാൻഡിന് സിനിമകളെല്ലാം അക്കാലത്ത് വളരെയധികം ചർച്ചാ വിഷയമാകുകയും അത് അന്യഭാഷകളിലേക്ക് ഡബ് ചെയ്തിറക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നു. സ്വാമി അയ്യപ്പനും ദേവി കന്യാകുമാരിയും ഒക്കെ തമിഴിലൊക്കെ വളരെയധികം. സ്വാമി അയ്യപ്പൻ റീടേക്ക് ആയിരുന്നു. അതെ, ഒരേ സമയം തമിഴും മലയാളവും ഒരുമിച്ച് ഷൂട്ട് ചെയ്താണ്. തമിഴിൽ വന്ന് തമിഴ് ആർട്ടിസ്റ്റും മലയാളത്തിൽ മലയാളം ആർട്ടിസ്റ്റും 1-2 പേരേ ഉള്ളൂ കോമൺ ആർട്ടിസ്റ്റ്. ശ്രീവിദ്യ അങ്ങനെയുള്ളവർ മാത്രമേ കോമൺ, ബാക്കിയെല്ലാം അതായത് ലാംഗ്വേജിലുള്ള ആർട്ടിസ്റ്റ് വെച്ചാണ് ചെയ്യുന്നത്. ഈ ശ്രീകുമാരൻ തമ്പിയെ പോലത്തെ എഴുത്തുകാരെയും ഒക്കെ നീലാക്കി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കഴിഞ്ഞു. അതുപോലെ വേറെ ആരെങ്കിലും പ്രത്യേകിച്ച് നീല കൊണ്ടുവന്നത്? ഇല്ല, ആർട്ടിസ്റ്റുകൾ ഒരുപാട് പേരുണ്ട്. ഒരുപാട് സത്യൻ മാസ്റ്റർ ഉൾപ്പെടെ കൊണ്ടുവന്നവരുണ്ട്. മറ്റേതിലും ഇതിലും 1-2 പേര് ഉണ്ട്. ഇപ്പൊ MP ശ്രീനിവാസനൊക്കെ മ്യൂസിക് ഡയറക്ടർ, ONV ഇവിടെ ഈ വലിയ ചിത്രങ്ങൾ നിർമ്മിച്ച നീല എനിക്ക് തോന്നുന്നു 1980 മുതൽ സിനിമ പ്രൊഡ്യൂസ് ചെയ്തില്ല. എന്നാൽ ഈ 2000-ന്റെ പകുതി മുതൽ സീരിയൽ നിർമ്മാണത്തിലേക്ക് അനേക സീരിയൽ, കടമറ്റത്ത് കത്തനാരതൊക്കെ എന്ന് പറഞ്ഞാൽ അല്ല, അതെല്ലാം അതിന്റെ സ്വന്തം പ്രൊഡക്ഷനാണ്. കാര്യമില്ല.
കടമറ്റത്ത് കത്തനാറാണ് എൻ്റെ ആദ്യത്തെ സീരിയല്. ആ അപ്പോൾ അത് ഞാൻ ഒരു ശ്രീ സുബ്രഹ്മണ്യം എന്റർപ്രൈസസ് എന്ന് പറഞ്ഞിട്ട് ഒരു കമ്പനി വെച്ചാൽ ഓക്കെ. അത് നീലാക്കും ബിർലാൻഡിനോ കാര്യമില്ല, ബിർലാൻഡ് സ്റ്റുഡിയോ പ്രീമിയർസൊക്കെ ഉപയോഗിക്കുന്നു എന്നല്ല. ഓ ശരിക്കും പറഞ്ഞാൽ നീലയും മെറിലാൻഡോട്ട് ഭാഗമല്ല, കാർത്തികൻ സാറ് സ്വന്തമായി ചെയ്തു. അതുപോലെ ഒത്തിരി സീരിയൽ പിന്നെയും ഒരുപാട് സീരിയൽ ദേവി മഹാത്മ്യം ചെയ്തു. അങ്ങനെ ഒരുപാട് നിരവധി സീരിയൽ, അതും ഈ ഭക്തിസാന്ദ്രമായ സിനിമകൾ. അതെ അതെ എല്ലാം ഹിറ്റായിരുന്നു അല്ലേ ഹിറ്റായിരുന്നു ചാനലുകളിൽ. അതൊരു ജനങ്ങള് ഇപ്പൊ ഒന്ന് അമ്മേ ഭഗവതി ചെയ്ത വിജി തമ്പി സാർ ചെയ്യുന്ന നമ്മുടെ ഫ്ലവേഴ്സ് ചാനലിൽ പോകും. വരുന്നുണ്ട്. ശരിക്കും ഇപ്പോഴും ആ ട്രെൻഡ്, അതായത് ശരിക്കും പറയാം മെറിലാൻഡിന്റെ ആ ട്രെൻഡ് വിട്ടിട്ടില്ല. ഭക്തിയിൽ തന്നെയാണ് മുൻതൂക്കം കൊടുക്കുന്നത് അല്ലേ? അല്ല, ഭക്തി എന്ന് പറയുമ്പോൾ എന്ന് വെച്ചാല് ഈ മറ്റേ സോഷ്യലൊക്കെ ഒരുപാട് സീരിയലുകൾ വരുന്നുണ്ട്. കറക്റ്റ്. ഭക്തി നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെതായ വിശേഷങ്ങൾ ഒരുപാടുണ്ട്. അച്ഛന്റെ സിനിമകൾ 10-50 പരം സിനിമകൾ ഡയറക്റ്റ് ചെയ്ത മനുഷ്യൻ, 70 പരം പടം പ്രൊഡ്യൂസ് ചെയ്ത ആള്. അച്ഛന്റെ സിനിമകൾ കാണാൻ തിയേറ്ററിൽ പോകുമായിരുന്നു ആരെ? നിങ്ങളെ മക്കളൊക്കെ? അല്ല, നമ്മുടെ തിയേറ്ററിലെ ഓടും. അതെ, കാണാതിരിക്കാൻ പറ്റില്ല. അല്ല, ഓക്കെ. ചെറുപ്പകാലത്ത് പഠിത്തത്തോടൊപ്പം തന്നെ സിനിമകളിലേക്ക് കാണാനുള്ള ഒരു മഹാഭാഗ്യം. തിരുവനന്തപുരത്ത് ഏറ്റവും വലിയ തിയേറ്ററുകളായ ശ്രീകുമാർ, ശ്രീ വിശാഖ്, അതുപോലെ തന്നെ ന്യൂ തിയേറ്റർ ഒക്കെ പിന്നെ മെറിലാൻഡ് വകയാണ് അല്ലേ? ഇപ്പൊ അതിന്റെ പ്രൊഡക്ഷൻസ് കാർത്തിക് സാറാണോ? ഇല്ല, അത് തന്നെ ഇപ്പൊ ഒരു കമ്പനിയാണ്. അപ്പൊ അത് ന്യൂ തിയേറ്ററാണ് നമ്മുടെ ആദ്യത്തെ തിയേറ്റർ. 1936. 1936. അപ്പൊ ഇംഗ്ലീഷ് പടങ്ങളായിരിക്കും ആദ്യം. ഇംഗ്ലീഷ് പടം, മലയാളം പടം, തമിഴ് പടങ്ങളൊക്കെ. 36 എന്ന് വെച്ചപ്പോ ഏകദേശം 75-80 അത്രയും വർഷം പോകുന്നു. അത് മാത്രമല്ല ശ്രീ കാർത്തികേയ എന്ന് പറഞ്ഞൊരു തിയേറ്റർ ഉണ്ട് പേട്ടയില്ല. അത് നമ്മളിപ്പോ ഇല്ല, നമ്മുടെ കയ്യിലില്ല. നമ്മൾ കൊടുത്തു. പത്മനാഭൻ നമ്മുടെ അതില് പിന്നെ ശരിക്കും പറഞ്ഞാൽ ശ്രീ എന്ന് തുടങ്ങുന്ന തിയേറ്ററുകൾ അല്ലേ? മെറിലാൻഡ് സിനിമകൾ ഏറ്റവും അധികം ഓടിയ ചിത്രങ്ങൾ ഏതാ? പഴയ കാലത്ത് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. എന്ന് വെച്ചാല് അന്ന് ഈ അവകാശി എന്നുള്ള സിനിമ 60-70 ദിവസം ഓടിയ. പക്ഷെ അന്നത്തെ കാലത്ത് ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ ഒരു വളരെ തുച്ഛമായ എമൗണ്ടാണ് ഇപ്പൊ കമ്പയർ ചെയ്യുമ്പോൾ. പക്ഷെ അന്നത്തെ ആ പ്രൈസ് നോക്കുമ്പോൾ അത് ഭയങ്കര വാല്യൂ ആണ്. അല്ല, എന്നാൽ പിന്നെ ഈ കുമാരസംഭവമൊക്കെ നിറഞ്ഞ് സദസ്സിൽ അത് തന്നെ ഞാൻ പറയുന്നത്. അപ്പോൾ അന്നത്തെ ഒരു തിയേറ്ററിൽ കളക്ഷൻ എന്ന് വെച്ചാൽ വലിയ ഫുൾ ഹൗസ് വന്നത് 200 രൂപ 300 രൂപയാണ് അവർ കളക്ഷൻ ഒരു ഫുൾ ഹൗസ് പോകുന്നത്. പക്ഷെ അതേസമയം ഇപ്പോൾ അത് 1 ലക്ഷം രൂപ, 80,000 രൂപ, 90,000 റുപ്പീസാണ് ഇന്നത്തെ തിയേറ്റർ കളക്ഷൻ ഒരു ഷോയ്ക്ക്. അപ്പോൾ അതാണ് വ്യത്യാസം. പിന്നെ പല എല്ലാത്തിലും അതിലുണ്ട്. പക്ഷെ എന്നാലും അന്നത്തെ പോലെ ഒരു പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പിക്ചേഴ്സ് ഒരുപാട് സിനിമ നന്നായിട്ട് പോയിട്ടുണ്ട്. 100 ദിവസം പോയത് ഭക്തവിദ്യാലയൊക്കെ 100 ദിവസം പോയത്. കുമാരസംഭവം, സ്വാമി അയ്യപ്പൻ, ഇതൊക്കെ 100 ദിവസം പോയ സിനിമകളാണ്. സ്വാമി അയ്യപ്പൻ പിന്നെ എല്ലാ ലാംഗ്വേജിലും നല്ല സൂപ്പർ ഹിറ്റാണ്. പക്ഷെ അത് ട്രസ്റ്റിനാണല്ലോ കൊടുത്തത്. സുബ്രഹ്മണ്യം റിലീജിയസ് ട്രസ്റ്റ് എന്ന് പറഞ്ഞത് ശബരിമല വികസനത്തിന് വേണ്ടി അങ്ങനെ. ശരിക്കും പറഞ്ഞാൽ സ്വാമി അയ്യപ്പനിലെ പാട്ടും ഈ പറഞ്ഞ പോലെ മലയാളികൾ എക്കാലവും ഓർമ്മിക്കപ്പെടുന്ന പാട്ടുകളാണ്. അതുപോലെ പ്രത്യേകിച്ച് ഹരിഹരാസനം. അതെ. ആ ശബരിമലയിൽ തങ്ക സൂര്യോദയം പാട്ടൊക്കെ നല്ല രസമായിട്ടാണ് അത് അന്ന് ചിത്രീകരിച്ചത്. സ്വാമി അയ്യപ്പനൊക്കെ ചിത്രീകരിച്ചത് അത്രയും മനോഹരമായിട്ടാണ് ചിത്രീകരിച്ചത്. ശരിക്കും പറഞ്ഞാൽ മെറിലാൻഡിന്റെ ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത് അത് തന്നെയാണ്. ഒത്തിരി എന്താ പറയുക, മനോഹരമായ ഭക്തിസാന്ദ്രമായ ചിത്രങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ മെറിലാൻഡ് മുൻകൈയെടുത്തു. അതൊരു വലിയ വിജയമാണ്. ഉദയ ഒരു ഭാഗത്ത് നിന്ന് വടക്കം പാട്ടുകൾ ചെയ്യുമ്പോഴേക്കും മെറിലാൻഡ് ഇപ്പുറത്ത് വശത്ത് നിന്നിട്ട് വളരെ മികവാർന്ന രീതിയിലെ ഭക്തി സിനിമകൾ ചെയ്യുമായിരുന്നു. ഈ പമ്പയിൽ നിന്ന് ശബരിമലയിലേക്ക് പോകുമ്പോഴേ അവിടെ സുബ്രഹ്മണ്യം റോഡ് എന്ന് പറഞ്ഞ് ഒരു റോഡ് ഇങ്ങനെ കാണുന്നുണ്ടല്ലോ, അതിന്റെ എന്തെങ്കിലും ഉത്ഭവത്തെ കുറിച്ച്? അത് നമ്മുടെ സ്വാമി അയ്യപ്പൻ സിനിമ കഴിഞ്ഞിട്ട് അപ്പോൾ അതിന്റെ റിലീസായ ഉടനെ തന്നെ എടുത്ത ഒരു തീരുമാനമാണ്. അതിൽ കിട്ടുന്ന ഒരു പൈസയും നമ്മള് വേറെ ഒന്നിനും ചെലവാക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഉടനെ തന്നെ ഒരു ട്രസ്റ്റ് ഉണ്ടാക്കി, റിലീജിയസ് ട്രസ്റ്റ് എന്നൊന്നും ഉണ്ടാക്കി അതിന്റെ ഉള്ള എല്ലാം അവിടെ തന്നെ ചെലവാക്കി. ഇപ്പോഴും അങ്ങനെയാണ്. അപ്പോൾ അതിൽ ആക്ച്വലി നമ്മുടെ ഒരു പമ്പയിൽ നിന്ന് ഒരു റോഡ്, സെപ്പറേറ്റ് റോഡ് ശബരിമല സന്നിധാനത്തിലേക്കും പിന്നെ പിൽഗ്രിം ഷെഡ് എന്ന് കുറച്ച് കെട്ടി
അത് ദേവസ്വം ബോർഡിന് കൊടുത്തു. പിന്നെ വാട്ടർ ടാങ്ക്, കുടിക്കാൻ കുടിവെള്ളം, പിന്നെ ടോയ്ലറ്റ്സ്, ഇതൊക്കെ ചെയ്ത് കൊടുത്തു. ശരിക്കും പറഞ്ഞാൽ നമുക്ക് മെരിലാൻഡ് ലഭിക്കുന്ന നന്മയുടെ അംശം ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു എന്നത് വലിയ കാര്യമാണ്. നമ്മൾ ഒത്തിരി നേരം സിനിമയെക്കുറിച്ച് ചർച്ച ചെയ്ത് കുടുംബത്തെക്കുറിച്ച് ചോദിച്ചില്ല. ഭാര്യ, മക്കളൊക്കെ? അവരൊക്കെ എനിക്ക് 2 പിള്ളേരാ. മൂത്താള് സെന്തിൽ സുബ്രഹ്മണ്യം, പുള്ളി ഇവിടെ തന്നെ ഉണ്ട്, ബിസിനസ്സിലാണ്. രണ്ടാമത്തത് മകള മീനാക്ഷി എന്നാ പേര്. അവര് അമേരിക്കയിലാണ് കല്യാണം കഴിച്ച് സെറ്റിലായി, അമേരിക്കയിൽ ടെക്സസിലിരിക്കുന്നു ഇപ്പം. വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഈ അച്ഛന്റെ പേര് സുബ്രഹ്മണ്യമാണ്, മക്കളുടെ പേരും ഈ മുരുകനോട് സമാർന്ന പേരുകളാണ്. തന്നെ അതെന്താ അങ്ങനെ ഒരു പ്രത്യേകത? ശരി പറയാം, അദ്ദേഹം വലിയ ഗുരുഭക്തനാണ്. അതുകൊണ്ടെല്ലാം എല്ലാവർക്കും. മലയാള സിനിമയുടെ ചരിത്രത്തിൽ എന്നെന്നും ഓർമ്മിക്കപ്പെടുന്ന നല്ല സിനിമകൾ സംഭാവന നൽകിയ മെരിലാൻഡ്, നീല പ്രൊഡക്ഷൻസ്, സുബ്രഹ്മണ്യം മുതലാളി, അത് മലയാള സിനിമയ്ക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. അദ്ദേഹത്തിന്റെ മകനുമായിട്ട് അല്പനേരം സംസാരിക്കാൻ കഴിഞ്ഞാൽ നിറഞ്ഞ സന്തോഷമുണ്ട്. നന്ദി സാർ. ഇനിയും ഒരുപാട് പ്രോജക്റ്റുകൾ ചെയ്യുവാൻ ദൈവം താങ്കളെയും താങ്കളുടെ പ്രൊഡക്ഷൻ കമ്പനിയൊക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.